നഴ്സിംഗ് എക്സാംസിന് സ്ഥിരമായി ചോദിക്കുന്ന അബ്ഗാർ സ്കോർ നമുക്കൊരു കഥയുടെ രൂപത്തിൽ പഠിച്ചാലോ? ജീവിതത്തിൽ ഒരു പരീക്ഷ പോലും എഴുതാതെ ഒരു കുഞ്ഞിന് കിട്ടുന്ന ആദ്യ മാർക്ക് എന്താണെന്ന് അറിയാമോ? അത് നമ്മുടെ SLC അല്ല, +2ഓ നീറ്റോ നോർസെറ്റോ ഒന്നുമല്ല. ഒരു കുഞ്ഞ് ജനിച്ച് ഒരു മിനിറ്റിനുള്ളിൽ കിട്ടുന്ന ഒരു റിപ്പോർട്ട് കാർഡാണ് ഈ പറഞ്ഞ അബ്ഗാർ സ്കോർ. പക്ഷേ ഈ മാർക്ക് ആരാണ് കൊടുക്കുന്നത്? കുഞ്ഞ് സംസാരിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. എന്നിട്ടും ഡോക്ടറും നേഴ്സും വെറും 5 കാര്യങ്ങൾ മാത്രം നോക്കിയിട്ടാണ് ഈ സ്കോർ കൊടുക്കുക അല്ലേ? നമുക്ക് ഈ 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1, പൾസ് അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ്. സപ്പോസ് കുഞ്ഞിന് പൾസ് റേറ്റ് അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് ഇല്ല എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ സ്കോർ 0 ആണ്. ഹാർട്ട് റേറ്റ് സ്ലോ ആണ്, അതായത് <100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണെങ്കിൽ സ്കോർ 1 ആണ്. സ്ട്രോങ്, അതായത് ഹാർട്ട് റേറ്റ് <100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് എങ്കിൽ സ്കോർ 2 ആണ്. രണ്ടാമത്തെ ക്രൈറ്റീരിയ ആണ് റെസ്പിറേഷൻ അല്ലേ? അതായത് ശ്വാസമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്കോർ 0 ആണ്. വീക്ക് ക്രൈ അല്ലെങ്കിൽ മന്ദഗതിയിലാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ എങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്കോർ 1 ആണ്. അതേസമയം നല്ല ഉറക്കെ കരഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സ്കോർ എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? മൂന്നാമത്തെ പാരാമീറ്റർ ആണ് ആക്ടിവിറ്റി അല്ലെങ്കിൽ മസിൽ ടോൺ. അതായത് കുഞ്ഞിൻ്റെ ശരീരം തളർന്നിരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്കോർ 0 ആണ് കൊടുക്കുക. കൈകാലുകൾ ചെറുതായിട്ട് മടക്കിയിട്ടുണ്ട് എങ്കിൽ സ്കോർ 1 ആണ് കൊടുക്കുക. കൈകാലുകൾ നന്നായി ചലിപ്പിക്കുന്നു എങ്കിൽ നമ്മൾ സ്കോർ 2 ആണ് കൊടുക്കുക അല്ലേ? നാലാമത്തെ പാരാമീറ്റർ ആണ് ഗ്രിമേസ് അല്ലെങ്കിൽ റിഫ്ലെക്സ് റെസ്പോൺസ്. സപ്പോസ് കുഞ്ഞിന് പ്രതികരണം ഇല്ല എങ്കിൽ നമ്മൾ സ്കോർ 0 ആണ് കൊടുക്കുക. കുഞ്ഞ് മുഖം ചുളിക്കുന്നു, അങ്ങനെയാണെങ്കിൽ സ്കോർ 1 ആണ് കൊടുക്കുക. കുഞ്ഞ് കരയുന്നു, ചുമയ്ക്കുന്നു, തുമ്മുന്നു, അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ സ്കോർ 2 ആണ് കൊടുക്കുക. ഇനി നെക്സ്റ്റ് 5ാമത്തെ പാരാമീറ്റർ ആണ് നമ്മുടെ അപ്പിയറൻസ് അല്ലേ? അല്ലെങ്കിൽ കളർ ഓഫ് ദ സ്കിൻ എന്ന് പറയും. കുഞ്ഞിൻ്റെ ശരീരം മുഴുവനും നീലയായിട്ടാണ് കാണപ്പെടുന്നത് എങ്കിൽ സ്കോർ 0 ആണ്. ശരീരം മുഴുവൻ പിങ്ക് ആണ് എങ്കിൽ സ്കോർ 2 ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക, അബ്ഗാർ അല്ലേ? A ഫോർ അപ്പിയറൻസ്, P ഫോർ പൾസ്, G ഫോർ ഗ്രിമേസ്, A ഫോർ ആക്ടിവിറ്റി ആൻഡ് R ഫോർ റെസ്പിറേഷൻ. ഇനി നമ്മുടെ അബ്ഗാർ സ്കോറിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കൂടെ ഒന്ന് നോക്കാം. അതായത് അബ്ഗാർ സ്കോർ 7 to 10 ആണെങ്കിൽ അത് നോർമൽ അഡാപ്റ്റേഷൻ ആയിട്ടാണ് കണക്കാക്കുക. 4 to 6 ആണെങ്കിൽ മോഡറേറ്റ് ഡിപ്രഷൻ ആണ്. അവിടെ നമുക്ക് കുഞ്ഞിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ആവശ്യമായിട്ട് വരും. സ്കോർ 0 to 3 ആണെങ്കിൽ സിവിയർ ഡിപ്രഷൻ ആണ്, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റീസസിറ്റേഷൻ ആവശ്യമായിട്ട് വരും. ഓർമ്മിക്കേണ്ട വേറൊരു എക്സാം പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അബ്ഗാർ സ്കോർ 1ാമത്തെ മിനിറ്റിലും അതുപോലെ തന്നെ 5ാമത്തെ മിനിറ്റിലും നമ്മൾ അസസ് ചെയ്യാറുണ്ട് അല്ലേ? ഇതിൽ 5ാമത്തെ മിനിറ്റിലെ സ്കോറാണ് കൂടുതൽ പ്രയോറിറ്റി ആയിട്ട് വരിക. ഈ 5ാമത്തെ മിനിറ്റിലെ സ്കോർ 7 താഴെയാണെങ്കിൽ വീണ്ടും നമ്മൾ ഒരു 5 മിനിറ്റ് ഇൻ്റർവെൽ വെച്ചിട്ട് 20 മിനിറ്റ് വരെ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അബ്ഗാർ എന്നത് ഒരു മാർക്കല്ല, അത് ഈ കുഞ്ഞ് നമ്മുടെ ലോകത്തോട് എത്ര നന്നായി പൊരുത്തപ്പെടുന്നു എന്നതിൻ്റെ ഒരു ആദ്യ റിപ്പോർട്ടാണ് അബ്ഗാർ സ്കോർ എന്ന് പറയുക. ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഈ അബ്ഗാർ സ്കോറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അബ്ഗാർ എന്ന് കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് നോട്ട്സ് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ എജൂസ് അക്കാഡമിയുടെ ചാനൽ ഫോളോ ചെയ്യുക.